ഓണാശംസകളോടെ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ജില്ലയിലെ മികച്ച പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളിൽ 2ാം സ്ഥാനം. തൃശൂർ നഗരത്തിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് തേക്കിൻകാട് മൈതാനം അടക്കമുള്ള വേദികൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ വിലങ്ങൻകുന്നിനെ സാംസ്കാരിക പൊതു ഇടമാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് നടനും കലാകാരനുമായ ജയരാജ് വാര്യർ ആവശ്യപ്പെട്ടു. വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ മരത്തണലിൽ ഇത്തിരി നേരം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരത്തിൽ ഇപ്പോൾ സ്ഥലമില്ല, ഒരു പൊതുപരിപാടി നടത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. കാരണം പുതിയ ഒരു സർക്കാർ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തേക്കിൻകാട് ഒരു പരിപാടി നടത്താൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറിയാമല്ലോ, മഹാത്മാഗാന്ധി മുതലുള്ള വലിയ വലിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഏറ്റവും വലിയ പ്രസംഗകർ, സാംസ്കാരിക നായകന്മാർ, ഇന്ത്യയുടെ പൊതുശബ്ദങ്ങൾ, കലാകാരന്മാർ എല്ലാവരും വന്ന് പ്രസംഗിക്കുന്ന, ജനങ്ങളിലേക്ക് കൂടുതൽ ആശയങ്ങൾ കൺവേ ചെയ്യുന്ന ഒരു ഇടമാണ് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം. അവിടെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ ഈ കൊമ്പനാനകൾ, എൻ്റെ ഈ മഹാക്ഷേത്രവും മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് വടക്കുന്നാഥൻ ഇരിക്കുന്നത്. ധ്യാനനിരതനായ ആദിയോഗിയായിട്ടുള്ള വടക്കുന്നാഥൻ ഇരിക്കുകയാണ് നെയ്യിൽ പൊതിഞ്ഞ്. ഭഗവാനെ പോയി തൊഴുക, തിരിച്ചു വരിക, അവിടെ ഇരിക്കുക, വായു കാറ്റ് ഒക്കെ നല്ലതാണ്. പക്ഷെ പൊതുപരിപാടികൾ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ലോകം എവിടേക്കാണ് കാലം പോകുന്നത്? കുന്നിലെ ഓപ്പൺ എയർ തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, റോഡ് എന്നിവ നിർമ്മിച്ചത് താൻ ജനപ്രതിനിധിയായിരുന്ന കാലഘട്ടത്തിലാണെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ MLA TV ചന്ദ്രമോഹനൻ ഓർമ്മിപ്പിച്ചു. കെ കരുണാകരന്റെ നിശ്ചയദാർഢ്യമാണ് വിലങ്ങൻ കുന്നിനെ ടൂറിസം കേന്ദ്രമാക്കി മാറ്റിയതെന്നും എന്നാൽ ഇന്ന് ഇവിടുത്തെ നിർമ്മിതികളെല്ലാം ശോചനീയാവസ്ഥയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അഴീക്കോട് മാഷ് നട്ട അശോക മരച്ചുവട്ടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ശേഷമാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സുനിൽ ശ്രീധരൻ, പ്രൊഫസർ MK സാനു മാസ്റ്റർ എന്നിവരുടെ ഓർമ്മയ്ക്കായി ചടങ്ങിൽ വൃക്ഷത്തൈകൾ നട്ടു. വിലങ്ങൻ ട്രൈക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് വത്സ ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ശശി കളരിയേൽ ആമുഖ പ്രഭാഷണം നടത്തി. സാഹിതി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, എഴുത്തുകാരൻ ഷാജു പുത്തൂർ, അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് PJ സണ്ണി, ദേവസി, മുരളി അടാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ സിമി അജിത് കുമാർ, ജോഫി സുനിൽ, CR പോൾസൺ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു.